നിങ്ങൾ ലോ ഒരു കരിയർ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? എന്നാൽ ഈ വീഡിയോ അത് നിങ്ങൾക്കുള്ളതാണ്. സോ ഐ ആം അഞ്ജന ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലോ ആസ്പിറൻസിന്റെ മുമ്പിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഫോർ ദ എക്സാമ്പിൾ ക്ലാറ്റ്, ക്ലിയർ, ക്യുസാറ്റ്, സിൽറ്റ്, കണ്ണൂർ, അങ്ങനെ ഒത്തിരി. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ക്ലിയർ പറ്റിയാണ്. കേരളത്തിലെ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കും മറ്റ് പ്രൈവറ്റ് ലോ കോളേജുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷയാണ് ക്ലീ അഥവാ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ വട്ടം വരെ ക്ലീ ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ CEEക്കാര് കുറച്ചും കൂടെ നേരത്തെ ആക്കി, ജൂൺ ഫസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്ലീ ആസ്പിറൻസ് ഒക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും, കാര്യം ഡേറ്റ് നേരത്തെ ആയതുകൊണ്ട്. സോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഹൗ ഐ ക്രാക്ക് ക്ലീ, എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ക്ലീ പഠിച്ചത്, ഒരു ഓവറോൾ ഒരു ഗൈഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കും പ്രൈവറ്റ് ലോ കോളേജുകളിലേക്കുമുള്ള ഒരു എൻട്രി എക്സാം ആണ് ക്ലീ എന്ന് പറയുന്നത്. ഇത് ഓൺലൈൻ മോഡാണ്. സൺഡേ ആണ് എക്സാംസ് വരുന്നത്. 2 to 4 2 മണിക്കൂറാണുള്ളത്. ഞാൻ എഴുതിയപ്പോഴൊക്കെ 200 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് വെട്ടിക്കുറച്ച് 120 ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. 120 ക്വസ്റ്റ്യൻസ് ഫോർ 2 hours. അപ്പൊ ശരിക്കും നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് വരുന്നത്, ഒരു നെഗറ്റീവ് മാർക്കും. സോ ഇതാണ് ഓവറോൾ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ക്ലീ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സിലബസിനെ പറ്റി പറയുവാണെങ്കിൽ മെയിൻലി 4 ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ജനറൽ ഇംഗ്ലീഷ്. ജനറൽ ഇംഗ്ലീഷിൽ വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള ഗ്രാമേഴ്സ് ഒക്കെ, ഇപ്പം ഈ പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ്, ടെൻസ്, പിന്നെ അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്തെങ്കിലും ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഗ്രാമർ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, പിന്നെ സിനണിംസ്, ആന്റണിംസ്, പിന്നെ അതുപോലെ ഫോറിൻ വേർഡ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ തൊട്ട് സിലബസിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് നമ്മൾ 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അങ്ങനെ ഒരു സംഭവം കൂടെ ഞാൻ എഴുതിയപ്പോൾ തൊട്ട് 2022 തൊട്ട് അങ്ങനെ ഒരു പാറ്റേണിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അപ്പം അത്രയാണ് ജനറൽ ഇംഗ്ലീഷിലുള്ളത്. ഇനിയിപ്പം രണ്ടാമത്തെ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ അത് മെയിൻ സബ്ജക്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൂടുതലുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ലോ ആണ്, ലീഗൽ ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞാണ് ഇംഗ്ലീഷ് വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ലീഗൽ ലാംഗ്വേജിൽ നിന്നാണ്. ലോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻലി 4 ഏരിയയിലാണ്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കോൺട്രാക്ട്, ടോർട്ട്, പിന്നെ BNS, പഴയ IPC. ഈ 4 ഏരിയ ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഈ 4 ലോകൾ ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ CPC അല്ലെങ്കിൽ ഇപ്പം CRPC മാറി BNSS, പിന്നെ എവിഡൻസ് ആക്ട് മാറി BSA, ഇങ്ങനെയുള്ള കുറച്ച് ലോകളും കാര്യങ്ങളും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കണം. മെയിൻലി നോക്കേണ്ടത് ഈ പറയുന്ന പോലെ 4 പ്രധാനപ്പെട്ട ലോകളാണ്: കോൺസ്റ്റിറ്റ്യൂഷൻ, ടോർട്ട്, അതുപോലെ തന്നെ BNS ആൻഡ് കോൺട്രാക്ട്. പിന്നെ അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത്. നമുക്കൊരു ലീഗൽ മാക്സിം തരും, നമ്മൾ അതിന്റെ മീനിങ് പഠിക്കണം. പക്ഷെ അത് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ലീഗൽ മാക്സിംസ് എന്ന ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ 2022 പാറ്റേൺ ചേഞ്ച് വന്നു, അപ്പം മാറി. ഇപ്പം ലീഗൽ മാക്സിംസും ഈ പറയുന്ന പോലെ സിനണിംസ്, ആന്റണിംസ് ആൻഡ് ഫോറിൻ വേർഡ്സ് ഒന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷെ അത് വരുവാണെങ്കിൽ ശരിക്കും നമുക്ക് ഭയങ്കര ലക്കിയാണ്. നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോയിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കറണ്ട് ലീഗൽ ന്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും സുപ്രീം കോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോർട്ടോ എന്തെങ്കിലും വിധിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭയങ്കര റെലവന്റ് ആയിട്ടുള്ള ഇതുപോലെ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ, കറണ്ട് ലീഗൽ ന്യൂസ് ഉണ്ടെങ്കിൽ അതും ഫോക്കസ് ചെയ്യാം. മൂന്നാമത് വരുന്നതാണ് GK, സ്റ്റാറ്റിക് GKയും പിന്നെ കറണ്ട് അഫയേഴ്സും. സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും പറയുകയാണെങ്കിൽ ശരിക്കും അതൊരു ഒരു വൈഡ് ടോപ്പിക്കാണ്. GK എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണേലും ചോദിക്കാം. ഇപ്പം കേരള ജിയോഗ്രഫി, ഇന്ത്യ ജിയോഗ്രഫി, അങ്ങനെ എന്ത് ടോപ്പിക് വേണേലും ചോദിക്കാം. അപ്പൊ നേരത്തെ തൊട്ടേ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ GK പോർഷൻ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ പോലും ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പം ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കുറച്ചും കൂടെ ആ പോർഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. GK എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാ. എന്നിരുന്നാൽ പോലും നമുക്ക് കുറേയൊക്കെ GK ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി. അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ വരുന്നത് നമ്മുടെ സിമ്പിൾ 10th മാത്സ്, ബേസിക് മാത്സ്, ഈ പറയുന്ന പോലെ പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെന്റൽ എബിലിറ്റിയിൽ വരുന്നത് ഇപ്പം രാജു കിഴക്കോട്ട് പോയിട്ട് തെക്കോട്ട് പോയിട്ട് പടിഞ്ഞാറോട്ട് ഇപ്പം രാജു എവിടെ, അങ്ങനെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ വരുന്നത്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ 2022
ട്രിഗണോമെട്രി ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ. അതും 10ൽ നമ്മൾ പഠിക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള മാത്സ്. പക്ഷെ അത് നമ്മുടെ സിലബസിൽ അങ്ങനെ ക്ലീൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല ട്രിഗണോമെട്രി കാര്യങ്ങളൊന്നും. പക്ഷെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് ട്രിഗണോമെട്രി ഒക്കെ പഠിക്കാനായിരുന്നു. അപ്പം 10th ബേസിക് ആയിട്ടുള്ള മാത്സുകളും പിന്നെ ഈ പറയുന്ന പോലെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷൻ, കലണ്ടർ, അങ്ങനത്തെ കാര്യം, ക്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ സാധാരണ ചോദിക്കുന്നത്. ഇതാണ് ക്ലീ എക്സാമിന്റെ ഓവറോൾ സിലബസും പിന്നെ അതുപോലെ എൻ്റെ എക്സാം പാറ്റേണും. ഇനിയും ഞാൻ എങ്ങനെയാണ് ക്ലീ ക്രാക്ക് ചെയ്തതെന്ന്. അപ്പം ഞാനിപ്പോൾ പഠിക്കുന്നത് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളമാണ്. സോ ഞാൻ ക്ലീക്ക് മുമ്പ്, ക്ലീ ലാസ്റ്റ് എൻട്രൻസ് ആ കാര്യം, അതിന് മുമ്പ് എല്ലാ എൻട്രൻസും നടക്കും. അപ്പം ലാസ്റ്റ് അവസാനം വരുന്ന എൻട്രൻസ് ആണ് ക്ലീ എന്ന് പറയുന്നത്. അപ്പം അതിന് മുമ്പ് ഞാൻ 3 എൻട്രൻസ് എഴുതിയിരുന്നു. പക്ഷെ എൻ്റെ പ്രിപ്പറേഷൻ്റെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ എനിക്കത് ആ 3 എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് വന്നാണ് ക്ലീ. അപ്പോൾ ഞാനാണെങ്കിൽ ബേസിക്കലി ഭയങ്കര മടിച്ചിയാണ്. അതുകൊണ്ടാണ് അതിന് മുമ്പത്തെ 3 എൻട്രൻസും കിട്ടാതെ പോയത്. പിന്നെ ഉള്ളത് ഫൈനൽ ഈ എൻട്രൻസാണ്. എനിക്കാണെങ്കിൽ 1 വർഷം കളയാനും താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തെടുത്ത് ഇനിയുള്ളത് ക്ലീക്കുള്ളത് വെറും 3 ആഴ്ചയാണ്, 21 days. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ 2 പേരും മടിയനും മടിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാനൊക്കെ ചെയ്യും. പക്ഷെ ആ പ്ലാൻ നടപ്പിലാക്കത്തില്ല. നമ്മളൊന്നിലും ഉറങ്ങും, TV ഒക്കെ കണ്ട് അങ്ങനെ ചിൽ മൂടാം. അപ്പം നമുക്കിനിയും വർഷം കളയില്ല. ഞങ്ങൾക്ക് 2 പേർക്കും വാശിയാണ്. വർഷം നമ്മൾ കളയത്തില്ല, കയറുമെങ്കിൽ ഈ വർഷം തന്നെ കയറിയിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കത്തില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അവസാനത്തോടെ എടുത്തപ്പോൾ വാശിയായി. അപ്പം വെറും ഇനി 3 ആഴ്ചയേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ വർഷം കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാശിയോടെ പഠിച്ചു. ഞങ്ങൾ 2 പേരും ഇതുപോലെ ഡിസ്കസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ. എൻ്റെ കയ്യിൽ ഒരു ഗൈഡ് ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് ഒരാൾ തന്നതാണ്. ആ ഗൈഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഗൈഡും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ പഠിക്കാൻ തുടങ്ങി. 3 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഞാൻ രാവിലെയൊക്കെ എഴുന്നേക്കും, രാവിലെ പഠിക്കും. ഒരു 7-8 മണിക്കൂർ എന്തായാലും ക്ലീക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും. ക്ലീ എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കും. ആ ഒരു 3 ആഴ്ച കംപ്ലീറ്റ് അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ നല്ല വാശിയോടെ ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്യും, എന്തൊക്കെ പഠിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം 2022 ആയപ്പോൾ തൊട്ട് ചേഞ്ച് വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ക്ലാറ്റിന്റെ മോഡലിലോട്ടാണ് പതുക്കെ ക്വസ്റ്റ്യൻ പൊക്കോണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ 1 ലൈൻ ചോദിച്ചിട്ട് ഇപ്പം ഹൂസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡയറക്റ്റ് ആൻസർ കുത്തുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പോലെ. ഇപ്പം ആ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം അങ്ങനെ പുള്ളി ഇത് പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളെ വട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയിലാണ്, വളഞ്ഞ മൂക്ക് പിടിപ്പിക്കുക. ശരിക്കും സിമ്പിൾ ആയിരിക്കും, നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ശരിക്കും അത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മളത് വായിച്ച് നോക്കി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ എക്സാം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് 3 ആഴ്ചത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് എക്സാം എഴുതി. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം കിട്ടി. ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ പഠിക്കുന്നു 3rd ഇയർ. ഈ എക്സാംസിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും അത് വലിയ റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 2 hours and 120 questions. ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും 2 hours and 200 questions. എൻ്റെ അടുത്ത് 25-35 ക്വസ്റ്റ്യൻ ബാക്കി അങ്ങാണ്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ബെനിഫിറ്റാണ്. നമുക്ക് 120 questions എഴുതിയാൽ മതി. നമ്മൾ സൂക്ഷിച്ച് എഴുതണം. ശരിക്കും നെഗറ്റീവ് മാർക്സും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ചറപറ വാരി എഴുതാൻ പറ്റത്തില്ല. ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊരു കൊച്ചിരിപ്പുണ്ടായിരുന്നു. ആ കൊച്ചു ശരിക്കും 200 ക്വസ്റ്റ്യൻ എഴുതി, 600 മാർക്കുള്ളത് എഴുതി. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു, ഫുൾ എഴുതിയോ, എല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ ഞാൻ കറക്കി കുത്തിയാന്ന്. ശരിക്കും അങ്ങനെ കറക്കി കുത്തരുത്. നെഗറ്റീവ് മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും അറിയാവുന്നത് വേണം ആദ്യം എഴുതാൻ വേണ്ടി, അത്രയും ഷുവർ ആയിട്ടുള്ളത് വേണം ആദ്യം എഴുതാൻ. എന്നിട്ട് വേണം ബാക്കി ആലോചിക്കാൻ നമുക്ക് ടൈം കൊടുക്കാം. ഇനി പറയാനുള്ളത് എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്ജക്റ്റിൽ വേണം ആദ്യം ഫോക്കസ് ചെയ്യാൻ. ഇപ്പം എനിക്കൊക്കെ പറയുമ്പോഴത്തേക്കും ലോ ആയിരുന്നു സ്ട്രോങ്ങസ്റ്റ് സബ്ജക്റ്റ്. അപ്പം ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങിയപ്പോൾ ലോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പം ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ലോയിലാണ്, പിന്നെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, പിന്നെ അത് കഴിഞ്ഞ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെയാണ് മെന്റൽ എബിലിറ്റി, അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി വരുന്നത്. അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളത് ലോയിലാണ്. പിന്നെ അതുപോലെ എല്ലാവർക്കും കമ്പാരിറ്റീവ്ലി എളുപ്പം ലോ ആയിരിക്കും. അപ്പം നിങ്ങൾ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എവിടെയാണോ ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ സബ്ജക്റ്റ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ആദ്യം ലോ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പിന്നെ കുറച്ചും കൂടെ കംഫർട്ടബിൾ, പിന്നെ GK, പിന്നെ അത് കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് അപ്പം നമുക്ക് സമയം കിട്ടും അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ
പറയാനുള്ളത് നിങ്ങൾ ഈ നെഗറ്റീവ് മാർക്ക് ശ്രദ്ധിക്കണം. ചറ പറയിടരുത്. അത്രയും ഷുവർ ആയിട്ടുള്ള ആൻസേഴ്സ് വേണം നമ്മൾ കുത്താൻ വേണ്ടിയിട്ട്. ചുമ്മാ വെറുതെ ഒരു നെഗറ്റീവ് ഒരു 1 മാർക്ക് കളയുന്നതിൽ നല്ലത് നമ്മൾ സൂക്ഷിച്ച് കറക്റ്റായിട്ട് ആൻസർ മാർക്ക് ചെയ്യുന്നതിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ക്ലീ ഇസ് സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാര്യം ഇപ്പോഴാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടി വരിക. കോമ്പറ്റീഷൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പാറ്റേണിലൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബിഗിനറാണ്, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം എന്നൊരാഗ്രഹമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതെടുത്ത് അതിലെ പാറ്റേൺ, അതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതിൽ. എന്നിട്ട് പിന്നെ നിങ്ങൾ സിലബസ് നോക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് പഠിച്ച് തുടങ്ങുക. അപ്പം ഇനിയും നിങ്ങൾക്ക് ടൈമുണ്ട്. ഇന്നിപ്പം 15 ആയുള്ളൂ. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ജൂൺ 1 വരെ സമയമുണ്ട്. ഏകദേശം 2 ആഴ്ചയോളം ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം എല്ലാവരും ഫസ്റ്റ് ബിഗിനർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അതിപ്പം എന്ത് എക്സാം ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അനലൈസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഐഡിയയിൽ നിന്ന് വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര നേരം പഠിക്കണം. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല, കുറച്ച് സമയമുള്ളൂ. സോ നമ്മളൊരു 7-8 മണിക്കൂറോളം നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിക്കണം. എന്നാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 3-8 മണിക്കൂർ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിക്കും. രാവിലെ ഉച്ചയ്ക്കും വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേക്കും, എന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യണം എങ്ങനെയാണ് പഠിക്കുന്നത്. അതാണ് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഹൗ ഇറ്റ്സ് ഗോസ്, എങ്ങനെയാണ് എക്സാം നടക്കുന്ന കാര്യത്തിൽ. പിന്നെ മോക്ക് ടെസ്റ്റ്, ഇതുപോലെ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ ഇതുപോലെ കോച്ചിങ് സെന്റേഴ്സും അതുപോലെ ഞങ്ങളുടെ കോളേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ. അപ്പം അതൊക്കെ പറ്റുന്നവർ എന്തായാലും എഴുതി നോക്കുക. നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് എടുക്കുക അത്രത്തോളം നല്ലതാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ആ പേടി മാറും, എല്ലാ കാര്യങ്ങളും മാറും. നിങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ എങ്ങനെയാണ് എക്സാമിന് അപ്പയർ ചെയ്യുന്ന കുറച്ച് സീരിയസ് ആയിട്ട് വേണം മോക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുത്താലും കുറച്ച് നല്ല നമുക്ക് ബെനിഫിറ്റേ ഉള്ളൂ. കാര്യം ഇപ്പൊ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതി ശീലിക്കുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്ക് വലിയ കുഴപ്പം കാണത്തില്ല. ഇനി സിമ്പിൾ ആണെങ്കിൽ നമുക്ക് അത്ര സന്തോഷം. കാര്യം ഓൾറെഡി നമ്മൾ ഇത്രയും ടഫസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടാണ് വന്നത്. അപ്പം ഡിഫിക്കൽട്ട് ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ മോക്ക് ടെസ്റ്റ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ മോക്ക് ടെസ്റ്റ് എടുക്കും, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 100-നും 200-നും ഇടയ്ക്കാണ് വരുന്നത്. 100-ൽ താഴോട്ടും പോകത്തില്ല, 200-ന് മുകളിലോട്ടും പോകത്തില്ല. എപ്പോഴും 100-ൽ സ്റ്റക്കായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ഇതെന്താണ് മാർക്കൊന്നും കൂടാതെ, ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ലെന്ന് ഓർക്കും. പക്ഷെ എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും കിട്ടും. ആ ഒരു നമ്മൾ ടൈം മാനേജ് ചെയ്യാനും പിന്നെ 2 hours ഞാൻ പറഞ്ഞല്ലോ 2 hours ടൈം മാനേജ് ചെയ്യാനും നമ്മുടെ ടെൻഷൻ മാനേജ് ചെയ്യാനും നമ്മൾ തിങ്കിങ് പ്രോസസ്സൊക്കെ അതൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്താലേ നമുക്ക് മനസ്സിലാവും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ചെയ്യാം. അത്ര സീരിയസ് ആയിട്ട് എടുക്കണം. 2 hours നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇരുന്ന് തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പഠിക്കുക, പക്ഷെ പഠിക്കുന്നതിലുപരി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ്. എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ടിനെ അത് പോസിറ്റീവ്ലി തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ജൂൺ 1 ക്ലീ എഴുതാൻ പോകുന്ന എല്ലാ ലോ ആസ്പിറൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി എന്തെങ്കിലും നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. സോ എക്സാം എളുപ്പമായിരിക്കും, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ എന്തായാലും ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.